ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 5. മേരി ദേവാലയത്തിൽ സമർപ്പിക്കപ്പെടുന്നു. മേരി തൻ്റെ മാതാപിതാക്കളുടെ മധ്യത്തിൽ ജെറുസലേം തെരുവുകളിലൂടെ നടക്കുന്നു. വെള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് നേരിയ നിറം മാത്രമുള്ള കാപ്പയും ധരിച്ച് നടക്കുന്ന സുന്ദരിയായ ബാലികയെ വഴിപ്പോക്കർ നോക്കുന്നു. മഞ്ഞുപോലെ വെണ്മയേറിയ അവളുടെ ഉടുപ്പ് നിലം പറ്റി താണുകിടക്കുന്നു. എന്നാൽ നടക്കുമ്പോൾ അവളുടെ കുഞ്ഞിക്കാലുകൾ അല്പം കാണാം. വെള്ളച്ചെരുപ്പുകൾ ധരിച്ചിരിക്കുന്ന മനോഹരമായ പാദങ്ങൾ ചെമ്പകപ്പൂവിൻ്റെ ഇതളുകൾ പോലുണ്ട്. ഉടുപ്പിൻ്റെ നീണ്ട കൈയിൽ നിന്ന് ഉതിർന്നു കാണുന്ന അവളുടെ കരങ്ങൾ. മാതാപിതാക്കൾ അവരുടെ കണ്ണുനീർ ശിരോവസ്ത്രം കൊണ്ട് മറയ്ക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ മേരിയിൽ നിന്ന് മറയ്ക്കാൻ കഴിയുന്നില്ല. മേരിയെ നോക്കി പുഞ്ചിരിക്കാൻ അവർ ശ്രമിക്കുന്നു, പക്ഷേ അധരങ്ങൾ വിറയ്ക്കുന്നു. കുഞ്ഞുമകൾ അവരെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ അവർ ഒന്നുകൂടെ അമർത്തി അവളെ പിടിക്കുന്നു. ഇനിയും ഈ പുഞ്ചിരി കാണാൻ സാധിക്കുകയില്ലല്ലോ എന്നായിരിക്കാം അവർ ചിന്തിക്കുന്നത്. ദേവാലയ മതിലുകൾക്കടുത്ത് ബന്ധുക്കളായ സക്കറിയാസും എലിസബത്തും കാത്തു നിൽക്കുന്നു. പുരോഹിതനായ സക്കറിയ അവരെ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. കർത്താവിൻ്റെ സമാധാനം അവിടുത്തെ നീതിമാന്മാരോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. അതെ, ഞങ്ങളുടെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, കാരണം ഞങ്ങളുടെ ഹൃദയങ്ങൾ വിറകൊള്ളുന്നു. അബ്രഹാം ബലിയർപ്പണത്തിനുള്ള മലയിലേക്ക് കയറിയപ്പോൾ വിറച്ചതുപോലെ ഞങ്ങളുടെ ഈ ബലിയർപ്പണത്തിൽ ഞങ്ങളും വിറയ്ക്കുന്നു. അബ്രഹാമിന് ബലിവസ്തു പകരം കിട്ടിയതുപോലെ ഞങ്ങൾക്ക് കിട്ടുമെന്നും ഞങ്ങൾ വിചാരിക്കുന്നില്ല. ഞങ്ങൾക്കങ്ങനെ വേണ്ട, കാരണം ഞങ്ങൾ കർത്താവിനോട് വിശ്വസ്തത കാണിക്കുന്നു. എന്നാൽ സക്കറിയാസെ, ഞങ്ങൾ വേദനിക്കുന്നു. നീ ദൈവത്തിൻ്റെ പുരോഹിതനാകയാൽ ഞങ്ങളുടെ ഈ പ്രയാസം മനസ്സിലാക്കണമേ. ഞങ്ങളോട് വിഷമം തോന്നരുതേ. സക്കറിയാസ് പറയുന്നു, ഒരിക്കലുമില്ല. നേരെ മറിച്ച് അതിരുകൾ ലംഘിക്കാത്ത ഈ ദുഃഖം, നിങ്ങളുടെ വിശ്വാസത്തിന് ഇളക്കം വരുത്താത്ത ഈ ദുഃഖം അത്യുന്നതിനെ സ്നേഹിക്കേണ്ടതെങ്ങനെയെന്ന് എന്നെ പഠിപ്പിക്കുന്നു. ധൈര്യമായിരിക്കൂ. ദാവീദിൻ്റെയും അഹറോൻ്റെയും വംശത്തിൽ വിടർന്ന ഈ പുഷ്പത്തെ പ്രവാചിക അന്ന കാത്തു പരിപാലിച്ചുകൊള്ളും. ഇപ്പോൾ ദേവാലയത്തിലുള്ളവരിൽ ദാവീദിൻ്റെ വിശുദ്ധ വംശത്തിലെ ഏക ലില്ലി ഇവൾ മാത്രമാണ്. ഒരു രാജകീയമായ മുത്ത് എന്ന പോലെ ഇവൾ സംരക്ഷിക്കപ്പെടും. മിശിഹായുടെ സമയത്തോട് നമ്മൾ അടുത്തുകൊണ്ടാണിരിക്കുന്നത്. ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ഒരു കന്യകയിൽ നിന്നായിരിക്കും രക്ഷകൻ ജനിക്കുന്നത്. തന്നിമിത്തം ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട സ്ത്രീകൾ തങ്ങളുടെ പെൺകുട്ടികളെ ദൈവാലയത്തിൽ സമർപ്പിക്കേണ്ടതാണ്. വിശ്വാസം പൊതുവെ ക്ഷയിച്ചിരിക്കുന്നതിനാൽ കന്യകകൾക്കായി വേർതിരിച്ചിരിക്കുന്ന ആ സ്ഥലം ശൂന്യമായി കിടക്കുന്നു. ദേവാലയത്തിൽ കുറച്ച് കന്യകകൾ മാത്രമേ ഉള്ളൂ. ദാവീദിൻ്റെ വംശത്തിലെ കന്യകകളും ഇല്ലാതായി. ദേവാലയത്തിൻ്റെ തിരശ്ശീലയ്ക്ക് മുൻപിൽ പ്രാർത്ഥിക്കുവാനിരിക്കുന്ന ദാവീദിൻ്റെ വംശത്തിലെ രാജകീയ കന്യകകളുടെ മുന്നോടിയായിരിക്കും മേരി. എന്നിട്ട് ആർക്കറിയാം? അദ്ദേഹം ചിന്താമഗ്നനായി മേരിയെ നോക്കുന്നു. എന്നിട്ട് തുടരുന്നു, ഞാനും അവളെ നോക്കിക്കൊള്ളാം. ഞാനൊരു പുരോഹിതനാണ്, എനിക്കിവിടെ അധികാരമുണ്ടല്ലോ. ഈ മാലാഖയ്ക്ക് വേണ്ടി ഞാനത് ഉപയോഗിക്കും. എലിസബത്തും കൂടെ കൂടെ വന്ന് അവളെ അന്വേഷിക്കുകയും ചെയ്യും. എലിസബത്ത് പറയുന്നു, ഓ, തീർച്ചയായും എനിക്ക് ദൈവാനുഗ്രഹം എത്ര കൂടുതലായി ആവശ്യമാണ്. ഞാൻ വന്ന് ഈ കൊച്ചു ബാലികയോട് പറയും, അവൾ നിത്യനായവനോട് പറയുവാൻ വേണ്ടി. അന്നയ്ക്ക് അല്പം ധൈര്യം കിട്ടി. അവർ ദേവാലയത്തിലേക്ക് പോകും മുമ്പ് കുഞ്ഞുമേരി മുട്ടുകുത്തി കൈയും നീട്ടിക്കൊണ്ട് പറയുന്നു, അപ്പാ, അമ്മേ, നിങ്ങളുടെ അനുഗ്രഹങ്ങൾ തരണമേ. അവൾ കരയുന്നില്ല, ധീരയായ കൊച്ചുകുട്ടി. എന്നാൽ അവളുടെ അധരങ്ങൾ വിറയ്ക്കുന്നു, ശബ്ദം ഇടറുന്നു. എങ്കിലും ഒരു കൊച്ചു പ്രാക്കുഞ്ഞിൻ്റെ കുറുകൾ പോലെ മാത്രം. അവളുടെ മുഖം വിളറിയിരിക്കുന്നു. അവളുടെ കണ്ണുകളിൽ വേദനയുടെ ഭാവം കാണാം. ഈ മുഖം തന്നെയാണ് കാൽവരിയിലും തിരുക്കല്ലറയിലും കാണാൻ പോകുന്നത്. മാതാപിതാക്കൾ അവളെ അനുഗ്രഹിക്കുന്നു, ചുംബിക്കുന്നു. പല പ്രാവശ്യം ചുംബിച്ചിട്ടും അവർക്ക് മതി വരുന്നില്ല. എലിസബത്ത് നിശബ്ദയായി കരയുന്നു. സക്കറിയാസ് കരയാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വളരെ വികാരാധീനനാണ്. അവർ ദേവാലയ മതിലിന് ഉള്ളിലായി. സക്കറിയാസ് പ്രധാന ആചാര്യനെ കാണാൻ പോയി. മറ്റുള്ളവർ 3 മുറ്റവും 3 ശാലകളും കടന്ന് താഴികക്കുടം അണിഞ്ഞിരിക്കുന്ന മാർബിൾ കെട്ടിടത്തിനരികെ എത്തി. പിത്തളയും സ്വർണവും കൊണ്ട് നിർമ്മിച്ച മനോഹരമായ പ്രധാന കവാടത്തിൻ്റെ നടകൾക്ക് താഴെ നിൽക്കുന്നു. വെള്ളിക്കാഹളങ്ങളുടെ മുഴക്കത്തിൽ പ്രധാന കവാടം അതിൻ്റെ വിജാഗിരിയിൽ മെല്ലെ കറങ്ങി തുറക്കുന്നു. അത് തിരിയുന്നത് തന്നെ മനോഹരമായ ഒരു ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടാണ്. ദേവാലയത്തിൻ്റെ ഉൾഭാഗം കാണാം. അങ്ങേ അറ്റത്ത് ദേവാലയ വിളക്കുകൾ,
ഒരു പ്രദക്ഷിണം വാതിൽക്കലേക്ക് നീങ്ങുന്നു. രാജകീയമായ എഴുന്നള്ളത്ത്. വെള്ളിക്കാഹളങ്ങൾ, കുന്തിരിക്കത്തിൻ്റെ ധൂമപടലങ്ങൾ, വിളക്കുകൾ. പ്രദക്ഷിണം വാതിൽക്കലെത്തി. ഏറ്റവും മുമ്പിൽ പ്രധാന പുരോഹിതൻ, മഹിമയേറിയ സഭാവസ്ത്രങ്ങളണിഞ്ഞ് ഗാംഭീര്യം സ്ഫുരിക്കുന്ന രൂപം. അദ്ദേഹം ഒറ്റയ്ക്ക് മുന്നോട്ട് നീങ്ങി. വെയിലിൽ അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ ഒന്നുകൂടി ശോഭായമാനമാകുന്നു. മറ്റുള്ളവർ പൂമുഖത്ത് വൃത്താകൃതിയിൽ നിൽക്കുന്നു. ഇടതുവശത്ത് കുറേ പെൺകുട്ടികൾ. എല്ലാവരും ശുഭ്രവസ്ത്രധാരികളാണ്. പ്രവാചിക അന്നയും മറ്റു ചില പ്രായം ചെന്ന സ്ത്രീകളും, അവർ അധ്യാപികമാരാണെന്ന് തോന്നുന്നു, അവരുടെ കൂടെയുണ്ട്. പ്രധാന പുരോഹിതൻ ആ കൊച്ചു പെൺകുട്ടിയെ നോക്കി പുഞ്ചിരി തൂകുന്നു. അദ്ദേഹം കൈകൾ മുകളിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാവരും തല കുനിച്ച് എളിമയോടെ അതിൽ പങ്കുചേർന്നു. മഹാപുരോഹിതൻ അവളെ ആംഗ്യം കാട്ടി വിളിക്കുന്നു. മാതാപിതാക്കളെ വിട്ട് അവൾ ഏതോ ഒരു ആകർഷണ ശക്തിയാൽ നടകൾ കയറി വരുന്നു. അവൾ പുഞ്ചിരി തൂകുന്നു. ദേവാലയ തിരശ്ശീലയുടെ നിഴലിൽ അവൾ മഹാപുരോഹിതൻ്റെ പാദത്തിങ്കലെത്തി. അദ്ദേഹം കരങ്ങൾ അവളുടെ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കുന്നു. ബലിവസ്തു സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇതിനേക്കാൾ നിർമ്മലമായ ഒരു ബലിവസ്തുവിനെ ദേവാലയം സ്വീകരിച്ചിട്ടുണ്ടോ? അദ്ദേഹം അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് നിർമ്മലമായി ഈ കുഞ്ഞാടിനെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് അവളോട് ചോദിക്കുന്നു, ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട മേരി, നിന്റെ വ്രതത്തെക്കുറിച്ച് നിനക്കറിയാമോ? അവളുടെ മണിനാദം പോലുള്ള ശബ്ദം അറിയാം എന്നുത്തരം നൽകുന്നു. എന്നാൽ അകത്തേക്ക് പ്രവേശിക്കുക, എൻ്റെ സാന്നിധ്യത്തിൽ എപ്പോഴും വ്യാപരിക്കുക, എല്ലാറ്റിലും പരിപൂർണയാവുക. മേരി അകത്തേക്ക് പ്രവേശിക്കുന്നു. കന്യകകളും അവരുടെ അധ്യാപികമാരും പിന്നാലെ ലേവ്യരും ക്രമേണ അവളെ മറയ്ക്കുന്നു. അകത്തേക്ക് പോകുന്നു. ഇപ്പോൾ അവളെ അല്പം പോലും കാണാനില്ല. വാതിൽ അതിൻ്റെ മനോഹര ശബ്ദത്തോടെ കറങ്ങി അടയുന്നു. വിജാഗിരികളുടെ സംഗീതത്തിനുത്തരമായി വൃദ്ധരായ മാതാപിതാക്കളുടെ തേങ്ങലാണ് കേൾക്കുന്നത്. മേരി, മകളെ. അനന്തരം പരസ്പരം പേര് വിളിച്ച് സമാധാനപ്പെടുത്തുന്നു. രണ്ടുപേരും ഒരുമിച്ച് മന്ത്രിക്കുന്നു. അവളെ തൻ്റെ ഭവനത്തിൽ സ്വീകരിക്കുകയും തൻ്റെ വഴികളിലൂടെ നയിക്കപ്പെടുകയും ചെയ്യുന്ന കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഈശോ പറയുന്നു, മഹാപുരോഹിതൻ പറഞ്ഞു, എൻ്റെ മുൻപിൽ നടക്കുക, പരിപൂർണയായിരിക്കുകയും ചെയ്യുക എന്ന്. പരിപൂർണതയിൽ ദൈവത്തിന് മാത്രം താഴെയായിരിക്കുന്ന ഒരു കന്യകയോടാണ് താൻ സംസാരിക്കുന്നതെന്ന് അദ്ദേഹം അറിഞ്ഞില്ല. എന്നാൽ അദ്ദേഹം ദൈവത്തിൻ്റെ നാമത്തിലാണ് സംസാരിച്ചത്. അതിനാൽ ആ കൽപ്പന അതിവിശുദ്ധമായിരുന്നു. പ്രത്യേകിച്ചും ജ്ഞാനത്തിൻ്റെ തികവായിരുന്നു കന്യകയെ സംബന്ധിച്ച്. ജനിക്കുന്നതിന് മുമ്പ് തന്നെ തനിക്ക് ജ്ഞാനമുണ്ടായിരുന്നുവെന്ന് അവളുടെ എളിമ നിമിത്തം അവൾ അറിഞ്ഞില്ല. അവളുടെ ഹൃദയത്തിൻ്റെ അഗാധതയിൽ ദൈവം മന്ത്രിച്ച നിഗൂഢമായ വാക്കുകൾ അഹങ്കാരത്തിൻ്റെ ചിന്തകളാണെന്ന് കരുതി അവളുടെ നിഷ്കളങ്കമായ ഹൃദയത്തെ ദൈവത്തിങ്കലേക്ക് ഉയർത്തി. അങ്ങേ ദാസിയുടെ മേൽ കരുണയായിരിക്കണമേ എന്നവൾ പ്രാർത്ഥിച്ചിരുന്നു. ഈ പ്രാർത്ഥനകളെല്ലാം ഭാവിയിൽ കുരിശിൽ മരിക്കുന്ന തൻ്റെ മകനോടൊത്ത് പാപികൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതിൻ്റെ മുന്നോടിയാണെന്ന് അറിഞ്ഞിരുന്നില്ല. ഒരു പ്രാവശ്യം കൂടി അമ്മയെ നോക്കൂ. പലരും അവഗണിക്കുന്നതും അവഗണിക്കുവാൻ ആഗ്രഹിക്കുന്നതും സങ്കടങ്ങളെയാണ്. അത് അവരുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നു. അതവർക്ക് വിഷമം വരുത്തുന്നു, ദുഃഖം. മേരി അവളുടെ ജീവിതത്തിൻ്റെ ആദ്യ മണിക്കൂർ തുടങ്ങി സഹിക്കുകയായിരുന്നു. അവൾ പരിപൂർണയായിരുന്നതുകൊണ്ട് എല്ലാം അതിസൂക്ഷ്മമായി ഗ്രഹിച്ചിരുന്നു. തന്നിമിത്തം കൂടുതൽ സഹനം അവൾക്കുണ്ടായി. അതിനാൽ അത് കൂടുതൽ യോഗ്യതയുള്ളതുമായി. ജ്ഞാനമുള്ളവർക്ക് ഔദാര്യവും ധീര ഉദാത്തതയുമുണ്ട്. കാരണം അപ്പോഴറിയാം എന്തിനു വേണ്ടിയാണ് കഷ്ടത സഹിക്കുന്നതെന്ന്.